വീഡിയോന്റെ കാര്യം പറഞ്ഞില്ല, 90,000 പറഞ്ഞ വീഡിയോ. ആ വീഡിയോ ഇപ്പൊ എങ്ങനെ ബ്രോ അറിഞ്ഞു? ഞാൻ ചോദിച്ചത്, ആ വ്യക്തി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ട് ഞാൻ അയച്ചു കൊടുത്ത വീഡിയോ, എൻ്റെ അടുത്ത് ആ വ്യക്തി, എനിക്കിപ്പോൾ പ്രാന്തില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുത്ത് കാശ് തന്നെ. അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന, എനിക്കും ഈ അബിൽദേവിനും അറിയാവുന്ന, പേഴ്സണലി അറിയാവുന്ന ആ ഒരു വീഡിയോ ബ്രോന് എങ്ങനെ അറിയാം ബ്രോ? എങ്ങനെ അറിയും? ആ പുള്ളിക്കാരൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ അല്ലേ? ആ പുള്ളിക്കാരൻ പറഞ്ഞു. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? എന്ന് വെച്ചാൽ എനിക്കും ആ വ്യക്തിക്കും അറിയാവുന്ന ഇങ്ങനൊരു വീഡിയോ എടുത്തിട്ടുള്ള അയച്ചു കൊടുത്തിട്ടുള്ള സംഭവം പുള്ളിക്കാരൻ അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ അറിഞ്ഞു ബ്രോ? ബ്രോ അല്ല, അപ്പൊ അറിയുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ ആ അബിൽദേവിന്റെ അച്ഛനായിരിക്കും വന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെ ഇടണേ. അതെ, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കേസ് കൊടുത്തത്. അത് കഴിഞ്ഞ് കേസ് കൊടുത്തതിന് ശേഷം ഇവർ ഇലക്ഷന്റെ സമയത്ത് വീണ്ടും എന്നെ ത്രട്ടൻ ചെയ്യിപ്പിച്ച് എൻ്റെ അടുത്ത് ജനറൽ സെക്രട്ടറി വിളിച്ചിട്ട് പറഞ്ഞു അവരെ പോയി കാണണമെന്ന് എന്നെ വിളിച്ച് സാറ് പറഞ്ഞു. എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇപ്പൊ ഈ സമയത്ത് ഒരു അലിഗേഷൻ വരാൻ പാടില്ല, റോബിനെ പോയി കാണണമെന്ന് പറഞ്ഞ് ഞാൻ ഹോളിഡേയിൽ സാറ് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഞാൻ പോയിട്ട് എന്ത് ചെയ്തു, പോയി കണ്ടു. അന്നും ഈ വേദലക്ഷ്മി ഉണ്ടായിരുന്നു. അവിടുത്തെ CCTV പരിശോധിച്ച് അറിയാൻ പറ്റും. ഇതേപോലെ നിപ്പുണ്ട്. പറയടാ, അന്ന് 36 പറഞ്ഞത് പിന്നെ 45 ഫോഴ്സ്ഫുള്ളി ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഗതികേടാണ്. ഒരു പക്ഷേ ഞാൻ ജയിച്ചു പോയ MLA അല്ലേ, ആ സമയത്ത് പിന്നെ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ അവൾ പറയുന്നതൊക്കെ കേൾക്കേണ്ടി വരും. എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഇതേപോലെ ഒരു ഇലക്ഷന് വരിക. സാധാരണക്കാരനാണ് ഞാൻ, കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. നമുക്ക് ഓരോ ആഗ്രഹങ്ങളുണ്ട്. അത് ചെയ്യാൻ വേണ്ടി ഓരോ പടിപടിയായിട്ട് പോകുമ്പോൾ ഇതേപോലത്തെ ഓരോ ആൾക്കാർ വന്ന് ഇത് ചെയ്യും. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് ഇവരിനി അടുത്ത പ്രസ് മീറ്റോ എന്ത് കൊടുക്കുന്നതിന് മുന്നേ ആണെങ്കിലും അവരെന്ത് പ്രസ് മീറ്റൊക്കെ എന്ത് നിങ്ങൾ പറഞ്ഞോ, ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് നിങ്ങൾ ലീഗലി ഒരു പ്രാവശ്യം വന്ന് കണ്ട് നിങ്ങളെ കാര്യങ്ങൾ സംസാരിക്കുക. അതാണോ നിങ്ങളുടെ ഇന്റൻഷൻ? അതേ ഡോക്ടർ റോബിൻ്റെ ആദർശനെ അങ്ങ് നശിപ്പിച്ച് നാരായണക്കല്ലെടുക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ ഇന്റൻഷൻ എന്നുള്ളത് നിങ്ങൾ കാണിക്കാത്തത്? അതെ, അത് ലീഗലി അവർ പോലീസ് നോക്കേണ്ട കാര്യമാണ്. അതിപ്പോ ഞാൻ എന്ത് പറയാനാ? ഞാൻ വീണ്ടും കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ ഓൾറെഡി അവിടെയും കംപ്ലൈന്റ്, ഇവരൊക്കെ ഇന്നൊന്നും തുടങ്ങിയതല്ല. ജാനുവരിയിലെ ഞാനാണ് പോയി കംപ്ലൈന്റ് കൊടുത്തത്. അന്ന് അവർ വന്നില്ല. ഇന്നും കംപ്ലൈന്റ് കൊടുത്തു, ഇന്നും വന്നില്ല. ഞാൻ എന്ത് പറയാനാ? അതൊക്കെ അത് പോലീസിന്റെ ഭാഗത്തുനിന്ന് പോലീസ് വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോഴത്തേക്ക് ആ പുള്ളിക്കാർ പറഞ്ഞെന്താണെന്നറിയോ, എനിക്ക് ഒരുപാട് ജോലി തിരക്കുണ്ട്, ഞാൻ അങ്ങനെ റോബിനെ പോലെ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല, എനിക്ക് അവിടെ ഇവിടെയൊക്കെ പോകാനുണ്ടെന്ന് എൻ്റെ അടുത്ത് വീഡിയോ ഇട്ടത് ഇത് ഞാൻ കൊടുത്ത സമയത്ത്. എന്നിട്ട് ഇന്ന് പോസ്റ്റ് ഇട്ടേക്കാണ്. ഇന്ന് പോസ്റ്റ് ഇട്ടേക്കാണ് 4 മണിക്കല്ലേ സംഭവം. ഞാൻ അവിടെ വരുന്നുണ്ട് പരുപ്പിൻചാഴ. അപ്പൊ അവിടെ വരെ ഇവിടെ ഈ പാലാരിവട്ടത്ത് ഇവിടെ വരെ വരാൻ പറ്റുന്ന ആളിന് 500 മീറ്റർ അപ്പുറത്ത് വരാൻ വയ്യ. എന്തേ വരാൻ വയ്യാത്ത ചോദിക്കുന്നത്? ഞാൻ സിമ്പിൾ ചോദ്യമല്ലേ ചോദിച്ചാ ബ്രോ? ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് ഇന്നലെയാ. പറയട്ടെ ഒരു കാര്യം, ഇന്നലെയാണ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തത്. ഇന്ന് 10 മണിക്ക് വിളിച്ചു, അവർ വന്നില്ല. ഇനി എപ്പോ വരുമെന്ന് അറിയത്തില്ല. മനസ്സിലായില്ലേ? ഇവിടെ വരാം. അല്ല, അതാ ഞാൻ പറഞ്ഞില്ലേ, ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷമാണ് ഇലക്ഷൻ നടന്നത്. ഇലക്ഷൻ ഭാഗമായിട്ട് ഞാൻ അതിൽ തിരക്കായിരുന്നു. അറിയാലോ, ഇലക്ഷന്റെ സമയമാകുമ്പോൾ നമുക്ക് ഒന്നിനും തിരിഞ്ഞു നോക്കാൻ പറ്റും. ഇലക്ഷന്റെ സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് ബയോപ്സിയിൽ ക്യാൻസറിന്റെ റിപ്പോർട്ട് വരുന്നത്. ഞാൻ പിന്നെ ഇലക്ഷന്റെ സമയം തൊട്ട് അമ്മയുടെ പിറകിലായിരുന്നു. മനസ്സിലായില്ലേ? എനിക്ക് എൻ്റെ അമ്മയാണ് ഇമ്പോർട്ടൻറ്റ്, എന്നെക്കാട്ടി ഇമ്പോർട്ടൻറ്റ് എൻ്റെ അമ്മയാണ്. ജൂലൈ 3-ാം തീയതി എൻ്റെ അമ്മ മരണപ്പെടുകയും ചെയ്തു. മനസ്സിലായി? അതിനുശേഷമാണ് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, മീൻസ് പ്രൊട്ടസ്റ്റ് ആണെങ്കിലും പാർട്ടി വൈസ് ആണെങ്കിലും ഇറങ്ങാൻ തുടങ്ങിയത്. ഇത് പ്യൂർലി ഞാൻ പറഞ്ഞില്ലേ, ഇവരിത് പലപ്പോഴും ഈ പറഞ്ഞ മുന്നേ ചെയ്യുമെന്ന്, എന്നെ ത്രെട്ടൻ ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ ആ കംപ്ലൈന്റ് കൊടുത്ത കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഈ വീഡിയോ ചെയ്തു. ഞാനിത് പിന്നീട് എല്ലാം ചെയ്യുന്നത് ഇവർ എന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് എന്നെ ത്രെട്ടൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പറഞ്ഞ സംഭവം ചെയ്യുന്നില്ലേ? ഇതെന്നെ പല പ്രാവശ്യം ഞാൻ കഷ്ടപ്പെട്ടല്ലേ ഇത് എൻ്റെ ഒരു പേര് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി വരുന്നത്. അത് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അല്ലെങ്കിൽ ഇവർ പറയുന്ന കാശ് ഞാൻ കൊടുക്കണം. മനസ്സിലായില്ലേ? ഇത് രണ്ടിനും ഞാൻ റെഡിയല്ല. ഞാൻ ഇത് ഫൈറ്റ് ചെയ്യും, ലീഗലി തന്നെ ഫൈറ്റ് ചെയ്യും. സോഷ്യൽ മീഡിയ കോർട്ടല്ല, നമ്മുടെ നിയമം ഉള്ള നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും ലീഗലി നമ്മൾ മൂവ് ചെയ്ത് അത് ലീഗലി ഫൈറ്റ് ചെയ്ത് ലീഗലി ഇതിനുള്ള കാര്യങ്ങൾ ഞാനൊരു സൊല്യൂഷൻ കണ്ടെത്തും. കാരണം ഒരുപാട് പേരുടെ ലൈഫ് ഇതേപോലെ സോഷ്യൽ മീഡിയ കാരണം നശിച്ചു പോകുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലുള്ള ഇപ്പം ഈ പറഞ്ഞ അനന്തുവിനൊക്കെ എന്ത് ബാക്ക്ഗ്രൗണ്ട് ആണോ എന്തോ ഈ പറഞ്ഞ കോർട്ടായിട്ട് അല്ലെങ്കിൽ കോടതിയായിട്ട് വന്നിരുന്ന് ഇതേപോലത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി പോസ്കോ കേസിൽ പ്രതിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിക്കുക, അനന്തു സുൽജിത്തിനെ പറ്റി ഒന്ന് അന്വേഷിക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ ആദ്യം അന്വേഷിക്കും. ഇവൻ ആരെ ഈ പറഞ്ഞ കണക്ക് വന്ന് എൻ്റെ അടുത്ത് വന്ന് കാശ് ചോദിച്ച് നടക്കാത്ത കാര്യം വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്ത് ഈ പറഞ്ഞ കണക്ക് എൻ്റെ ഭാഗ്യത്തിന് അന്ന് എപ്പോഴോ കിടന്ന ഒരു 10,000 രൂപ കിടന്ന സാധനമാണ് എന്ത് ചെയ്താൽ ഞാൻ പിന്നീട് നോക്കുമ്പോഴേ കാണുന്നത്. എൻ്റെ ഇവിടെ ഇരുന്നിട്ടാണ് എൻ്റെ അടുത്ത് എന്ത് ചെയ്താൽ ഞാൻ കുറച്ച് എക്സ്പെൻസീവാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ്, ഇച്ചിരി ചിലവാണ്. ചിലവാകും. അപ്പം ഞാൻ പറയാം, എൻ്റെ ചിലവായാൽ അത്രയൊന്നും ഇല്ല. അപ്പം അങ്ങോട്ട് പോയപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്ത് അപ്പുറത്ത് പോയി അവിടെ നിന്ന് ഇപ്പം ചെയ്യുന്നത് അത്രേ ഉള്ളൂ. ഇവരുടെ ഇൻഡസ്ട്രി വേറെ നശിപ്പിക്കുക നടക്കൂല. അതെ,
ഇല്ല, അടുത്ത ആഴ്ച കുളിച്ച് ഒന്ന് എണീറ്റതിന് ശേഷം അതിൻ്റെ കാര്യങ്ങൾ വർക്ക് തുടങ്ങും. അടുത്ത ആഴ്ച എനിക്കൊന്ന് അടുത്ത തിങ്കളാഴ്ച തുടങ്ങും. നീ കാണണം. വേറെ എന്തെങ്കിലും? ഓക്കെ, അപ്പം വന്നില്ല. എടേ ഒന്നുമില്ലടാ, ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞടേ. ഇത് കാണുന്ന വിവരം ബോധം വിദ്യാഭ്യാസം ഉള്ള മലയാളികളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഇനി അവർ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾ എക്സോർഷൻ എന്താ ബ്രോ പറഞ്ഞ വേറെ എന്താ എക്സോർഷനാ? എക്സോഷൻ ആണ് നടക്കുന്നത് ആ പുള്ളിക്കാരൻ പറഞ്ഞ കണക്ക്. ഓക്കെ, ഞാൻ ആലോചിക്കുകയാണ് ഇവരെ പിറകെ ഒന്ന് പോണേ. പിന്നെ ഈ പറഞ്ഞ അബിൽ ദേവിനെയും വേദലക്ഷ്മിനെയും കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചോ. നിങ്ങളുടെ മുന്നിലുള്ള ഒരു ജീവിക്കുന്ന എക്സാമ്പിളാണ് ഞാൻ. മതിയായി എൻ്റെ ദൈവം, എനിക്കിനി ആരും വേണ്ട, ഫ്രണ്ട്സ് ഒന്നും വേണ്ട. ഈ ഒറ്റ എൻ്റെ തന്നെ ഇതേപോലെ വോയിസ് എടുത്തിട്ട് നിങ്ങളെ കൂടെയൊക്കെ നിങ്ങൾ ആരുടെ എന്തൊക്കെ സംസാരിച്ചാണ് ഈ അബിൽദേവിൻ്റെ അടുത്ത് വേദലക്ഷ്മിയുടെ അടുത്തും എല്ലാം എടുത്തിടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരും ഇവന്മാരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാത്തിനും പണി കിട്ടും. നിങ്ങൾ സൂക്ഷിച്ചോ, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? എനിക്ക് അറിഞ്ഞോ, പേടിച്ചിട്ട് വരത്തില്ല ബ്രോ. ഞാൻ പേടിച്ചിട്ട് എത്ര നാൾ വരെ ഇതേപോലെ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ബ്രോ. ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഞാൻ തന്നെ പേടിച്ചിട്ട് എത്ര നാൾ ഈ കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് വീഡിയോ എടുത്തു. അപ്പൊ അമ്മരെ ഒരു ഇതൊന്നും നോക്കിയാൽ പെണ്ണിനെ വെച്ചിട്ട് ചെയ്യുന്ന ഈ അബിൽദേവി ഇന്നേരം കംപ്ലൈന്റ് കൊടുത്തില്ല, പെണ്ണിനെ വെച്ചിട്ട് എന്ത് ചെയ്യും? കംപ്ലൈന്റ് കൊടുക്കും. മനസ്സിലായ? സിമ്പിൾ. ഇതിവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. നിങ്ങൾ അന്വേഷിക്കണം എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ ബ്രോ, നിങ്ങൾ അന്വേഷിച്ച്. എനിക്ക് എൻ്റെ കാര്യമല്ലേ അറിയത്തുള്ളൂ. മനസ്സിലായി? ഞാൻ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങൾ പോയി പിന്നെ നോക്കാൻ പോണില്ല. പിന്നെ അനാവശ്യമായിട്ട് ഇനി ഒരു രീതിയിലും എന്നെ എന്ത് ചെയ്യരുത്. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ദൈവത്തോർത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. പിന്നെ ഒരുപാട് സന്തോഷം. ഞാൻ ഇത്രയും മീഡിയാസ് ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ എന്നാലും എൻ്റെ ഒരു കുഞ്ഞു റിക്വസ്റ്റ് പ്രകാരം നിങ്ങളെല്ലാം വന്ന് മെയിൻ സ്ട്രീം ചാനൽസ് ഉൾപ്പെടെ എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ പറഞ്ഞ വേദലക്ഷ്മി എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ, ഈ സ്ത്രീന് റെഡിയായി വന്ന് ഇരുന്ന് ഇതേപോലെ വീഡിയോ ചെയ്യാനുള്ള പകുതി സമയമുള്ള പുള്ളിക്കാരിക്ക് പോലീസ് സ്റ്റേഷനിൽ വരാൻ. അപ്പൊ എന്താണ് ഇന്റൻഷൻ ഇവരുടെ? ഇനി ഓരോന്ന് പറയുമ്പോൾ അതിന് റിപ്ലൈ വരാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? വരണമെങ്കിൽ വേദലക്ഷ്മി നീയും അബിൽദേവനെയും ഇവനെയൊക്കെ ആ ട്രേക്കോ മണ്ടനെയൊക്കെ കൂട്ടിക്കൊണ്ട് എവിടെ വാ, പോലീസ് സ്റ്റേഷനിൽ വാ, ഞാൻ അവിടെ വെച്ച് കാണാം. തേങ്ങയുടെ മൂട്. അതെ, എന്നെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ വിളിച്ച് വരുത്തി ഇവരെന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാ. എടോ, അയാളുടെ വീട്ടിൽ വരണമെന്ന് എൻ്റെ അടുത്ത് പെരുമ്പാറ് വരണമെന്ന് പറഞ്ഞ് ലൊക്കേഷൻ അയച്ചെന്ന് അയാളുടെ വീട്ടിൽ പോയി അവിടെ വെച്ച് വേദലക്ഷ്മിയാണ് എന്ത് ചെയ്ത് ആ വീഡിയോ എടുത്തത്. വേദലക്ഷ്മി വീഡിയോ CCTV ഉണ്ട്, നിങ്ങൾ ഫൂട്ടേജ് ചെക്ക് ചെയ്തറിയാം. അയാൾ എന്നെ കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എങ്കിൽ നിന്റെ ഇലക്ഷന് ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല. ഇലക്ഷന് ഞാൻ നിന്നെ ഉപദ്രവിക്കത്തില്ല. ഇപ്പൊ ചെയ്യുന്നില്ല, ഇപ്പൊ ഈ ഉപദ്രവം ചെയ്യുന്നില്ലേ, ഇപ്പൊ വോയിസ് ഇടുന്നു, അത് ചെയ്യുന്നു. ഈ ഉപദ്രവം അന്ന് ചെയ്യൂല എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതെ ബ്രോന് മനസ്സിലായില്ല. ഇലക്ഷന്റെ സമയത്ത് എനിക്കൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് സീറ്റ് കിട്ടൂല. ബ്രോന് മനസ്സിലായ? ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേരിൽ ഒരു ഫിനാൻഷ്യൽ സംഭവം വന്നു. ഇതേപോലെ ഇപ്പൊ ഈ നടക്കുന്ന സാധനം ഇല്ലേ, ഇതിപ്പോ ഈ നടക്കുന്ന സാധനം ഇലക്ഷന് മുന്നേ ആയിരുന്നെങ്കിൽ എന്നെ എടുക്കോ? ഞാൻ കോമൺ സെൻസ് ചോദിക്കുക, എന്നെ എടുക്കോ? ഇല്ല. അപ്പൊ പറഞ്ഞു, നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും നിന്നെ ഇതിലേക്ക് എന്ത് ചെയ്യത്തില്ല, ഇലക്ഷൻ സമയത്ത് എന്ത് ചെയ്യത്തില്ല. നിന്നെ ഇവരെന്ത് വിചാരിച്ച എന്താ ഇലക്ഷൻ സമയത്ത് എനിക്ക് എന്തോ കോടിക്കണക്കിന് രൂപ കിട്ടുമെന്നാണ് ഇവരെന്ത് ചെയ്ത് വിചാരിച്ചത്. എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നിനക്ക് കിട്ടും. ഞാൻ ചോദിച്ചു, എനിക്ക് കിട്ടുമോ? ഞാൻ ചോദിച്ചു, എനിക്ക് അങ്ങനെ കിട്ടുമോ, കോടിക്കണക്കിന് രൂപ കിട്ടുമോ? ഇയാൾ എൻ്റെ ബ്രദർ എന്ന് പറഞ്ഞാണ് നടക്കുന്നത്. കൂടെ നടന്ന് തോളിലിട്ടിട്ട് ബാക്കിൽ നിന്ന് കുത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നമ്മൾ ഈ മറ്റേ റീൽസിലൊക്കെ കാണുന്ന ഈ സാധനമാണ് ഈ അബിൽദേവ് എൻ്റെ അടുത്ത് എന്ത് ചെയ്തിരിക്കുന്ന, പച്ചയ്ക്ക് ചെയ്തിരിക്കുന്നത്. മനസ്സിലായ? അത്രേ ഉള്ളൂ. അബിൽദേവാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കൾപ്രറ്റ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വേദലക്ഷ്മി എന്ത് ചെയ്തിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ടീമായിട്ട് ഈ പറഞ്ഞ ഡ്രേക്കും ഇവരെല്ലാം കൂടി ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കും. ഇനി നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ പറഞ്ഞ മൂന്നുപേരടുത്തും പറയണം. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നേരിട്ട് പോയി ലീഗലി പോയി എന്ത് ചെയ്യുക, നിങ്ങൾ ഫേസ് ചെയ്യുക. ഞാൻ കൊടുത്ത കംപ്ലൈൻറ്റ് വരിക, നിങ്ങൾ വന്ന് സംസാരിച്ച്. എൻ്റെ അഡ്വക്കേറ്റുമായിട്ടാണ് ഞാൻ വന്നത്, ചുമ്മാ അല്ല പോയത്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങളുടെ ഭാഗത്ത് ബ്രോൻ്റെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല, ബ്രോൻ്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ കള്ളം ഉണ്ടെങ്കിൽ ബ്രോ ആദ്യമേ പോയി കംപ്ലൈൻറ്റ്. ഞാൻ പോയി എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് പിടിക്കുമോ? ഇല്ലല്ലോ. ആദ്യമേ പോയി കൊടുത്ത് ആ പറഞ്ഞ ആളിനെ വിളിച്ച് വരുത്തി എന്തുകൊണ്ട് അവർ വരുന്നില്ല? ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഇന്ന് രാവിലെ 10 മണിക്ക് രണ്ടുപേരും വിളിച്ചാൽ വന്നിട്ടില്ല. അവരുടെ ആവശ്യമാണ്, അവരുടെ ആവശ്യമാണ്, അവരെന്ത് വരാത്ത? രണ്ടാമത്തെ കാര്യം, സ്റ്റോറി ഇട്ടേക്കാണ് 4 മണിക്ക് ഇവിടെ ഞാൻ വന്നേക്കാം, പരിപ്പും വാഴച്ചായ. അപ്പോൾ ഇവിടെ വരാൻ സമയമുണ്ട്. 500 മീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വരാൻ സമയമില്ല അല്ലേ? പോലീസ് ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? അത്രേ ഉള്ളൂ. ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? ഒരിക്കലും ഇല്ല. അവർക്ക് കാര്യങ്ങൾ അറിയാലോ. ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ പോലും, ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇതിനെപ്പറ്റി സംസാരിച്ചില്ല. കാരണം ഇത് കഞ്ഞി കുടിക്കുന്ന ആൾക്ക്, ചോറ് ഇന്നുന്ന ആൾക്കാരൊക്കെ അറിയും ഇതാരാണ് ടാർഗറ്റ് ചെയ്ത് അയാളെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അയാളെ ഇനി പാർട്ടി പ്രവർത്തനം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അയാളെ ആക്കണമെന്നുള്ള ഒറ്റ മെന്റാലിറ്റിയിൽ ഗ്രൂപ്പായിട്ടുള്ള എക്സ്റ്റോർഷോ അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്, ഒരു ആക്കുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഒരാളിനെ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്ത് ത്രെട്ടൻ, എക്സോർഷൻ, കറക്റ്റ്,
എക്സോർഷൻ എന്ന് പറഞ്ഞ സാധനം മനസ്സിലായില്ലേ? ഞാൻ ഇത് കേട്ടിട്ടില്ല, എനിക്ക് സംഭവം ഒന്നും അറിയത്തില്ല. ഇത് എക്സോർഷൻ എന്ന് പറഞ്ഞ സാധനമാണ് ഇവിടെ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഇവരുടെ ഇന്റൻഷൻ എന്താണ്? എന്നെ അങ്ങ് നന്നാക്കാൻ എന്നാണ്. നീയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ അങ്ങ് ഭയങ്കര നന്നാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ശരിയാണ് സത്യസന്ധനാണെങ്കിൽ ലീഗലി പോവുക, ഞാൻ അവിടെ വരാം, ഞാനല്ലേ കൊടുത്ത്, നിങ്ങൾ വാ. ഇനി വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ബ്രോ നിങ്ങൾ ഇത് വീണ്ടും ആദ്യമേ ചോദിക്കുന്നത് എന്താണ്? ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഇത് ട്രാൻസാക്ഷൻ നടക്കുകയല്ലേ, ബാങ്ക് വഴിയല്ലേ നടക്കുന്ന. ഇപ്പൊ ബ്രോ ഞാൻ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചോദിക്കാം. ബ്രോ എനിക്കൊരു 500 രൂപ എനിക്ക് തന്നു, എൻ്റെ അടുത്ത് പറയാം ഒരു 10 ദിവസം കഴിഞ്ഞ് തരണം എന്ന് പറയാം. എന്നിട്ട് ബ്രോൻ്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ട് തന്നിട്ട് പറയാം, അല്ലെ ജിപേ തന്നിട്ട് അതിലേക്ക് ഇട്ടാൽ മതി എന്ന് പറയാം. ഞാൻ എന്ത് ചെയ്തു, ബ്രോ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇട്ട്. നാളെ ഒരു സമയത്ത് ബ്രോ എൻ്റെ അടുത്ത് വന്നു, ഒരു വർഷം കഴിഞ്ഞാൽ നീ എനിക്ക് അന്ന് ഒരു 500 രൂപ തരാനുണ്ട്, നീ എനിക്ക് തന്നില്ല. അപ്പം ഞാൻ ചോദിച്ചത്, ബ്രോ അല്ലേ എനിക്ക് അന്ന് ആ ഫ്രണ്ട്, നിനക്ക് ഞാനല്ലേ തന്ന, നീ എനിക്കല്ലേ ഇട്ട് തരേണ്ടത്, അതിൻ്റെ 500 രൂപ ഇട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പം ഞാൻ കൊടുത്തു. ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതാണ് ഇവിടെ നടക്കുന്നത്, മനസ്സിലായില്ലേ? എനിക്ക് ചോദിക്കേണ്ട ഒറ്റ ചോദ്യമുള്ളൂ, കാശ് കൊടുക്കാനുള്ള വേദലക്ഷ്മി ഇന്നവർ അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നിട്ടില്ല. ഈ പറഞ്ഞ കണക്ക് ആ പർട്ടിക്കുലർ വോയിസ് ചോദിക്കാൻ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ബ്രോ പറ്റിൻ്റെ ചോദിച്ചത്, അത്രേ ഉള്ളൂ. ആ വോയിസിന്റെ പറയിൽ ഇത്ര, ആ വോയിസ് മാത്രം. കാരണം ആ കംപ്ലൈന്റിൽ, പോലീസിൽ കൊടുത്തേക്കുന്ന കംപ്ലൈന്റിൽ ജനുവരി 31 പ്രത്യേകിച്ച് ഞാൻ ഈ വോയിസ്, കാരണം അഭിദേവൻ്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഈ വോയിസ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇവളെ കൊണ്ട് കേസ് കൊടുപ്പിക്കുമെന്ന് പറഞ്ഞു. അത് തന്നെ ഞാൻ എന്ത് ചെയ്ത് എഴുതി വെച്ച്. അത് മൾട്ടിപ്പിൾ ടൈംസ് എടുത്തിട്ടുണ്ട്. എന്തിന്? ഇല്ല ബ്രോ ഈ വ്യക്തി എങ്ങനെയാണെന്നറിയോ? ഈ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സമയത്ത് ഈ പല ബ്രോ കേക്ക് ഞാൻ പറഞ്ഞത്, ഈ വ്യക്തി